ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. റവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. എത്ര കഴിച്ചാലും മടുക്കുകയില്ല. കുട്ടികൾ പെട്ടെന്ന് ഒരു സ്വീറ്റ് വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. ഈ ഒരു പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലെടുത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലിൽ ചെയ്തെടുത്താൽ മതി എന്നുള്ളവർക്ക് ഈ ഒരു പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയല്ല, മുഴുവനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം, ഒരു 2-3 എണ്ണം. ഇനി ഇത് നല്ലൊരു സ്വീറ്റിന്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് അത്യാവശ്യത്തിന് നല്ല മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിന്റെ പതയൊക്കെ ഒന്ന് താന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. റവ ഇട്ട് കൊടുക്കുമ്പോൾ വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കണം, എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടയായിട്ട് പോകും. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഈ ഒരു 1.5 കപ്പ് റവയ്ക്ക് വേണ്ടിയാണ് 1 കപ്പ് കട്ടിയായിട്ടുള്ള പാലും അതുപോലെ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് പാലും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത് നല്ല പോലെ കുറുകി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ചിരകിയ തേങ്ങ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. തേങ്ങ അരച്ചു കൊടുക്കുമ്പോൾ അതിന്റെ പാലും കൂടെ ഇളകി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ടൈറ്റായിട്ട് വരണം. എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മണം ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഉരുക്കി ഒഴിച്ചു കൊടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതെയും കുഴപ്പമൊന്നുമില്ല. ഇതാ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്കിഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ ട്രേയിലോ ഇതൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം, എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലേ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടുള്ളൂ. അതുപോലെ ഇതൊന്ന് സ്ക്വയർ ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രേയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും ആകൃതിയിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് തണുപ്പിച്ചോ ചൂടോടുകൂടിയോ എങ്ങനെ വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് നേരം ഇത് തണുപ്പിക്കാതെ തന്നെ വെച്ചിരുന്നിട്ട് ഇതുപോലൊരു ബോർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ഒന്നാണ് ഇതിലുള്ള എല്ലാ ചേരുവകളും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.